കേരളമാകെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് പാലക്കാട് എം.എൽ.എയും കോൺഗ്രസ് നേതാവുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളാണ്. പാർട്ടിയിൽ രാഹുലിന്റെ വളർച്ച പൊടുന്നനെയായിരുന്നു. 2006-ൽ KSUവിൽ അംഗത്വമെടുത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ പെട്ടെന്ന് തന്നെ പാർട്ടിയുടെ ഉന്നതങ്ങളിലേക്കെത്തി. KSUവിൽ പ്രവർത്തനം തുടങ്ങി 16-ാം വർഷം 2022-ൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി. 18-ാം വർഷം 2024-ൽ പാലക്കാട് മണ്ഡലത്തിൽ നിന്നുള്ള എം.എൽ.എയും. കണ്ണടച്ചു തുറക്കും മുന്നേയുള്ള ഈ വളർച്ച താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളെക്കാൾ ഉപരി ചർച്ചകളിൽ എതിരാളികളെ അരിഞ്ഞിടാനുള്ള നാവിന്റെ മൂർച്ചയുടെ ബലത്തിലായിരുന്നു. ഒടുവിൽ അതേ നാവ് തന്നെ അദ്ദേഹത്തിന്റെ വീഴ്ചയ്ക്കും കാരണമായി. ചാനൽ ചർച്ചകളും സൈബർ ഇടങ്ങളുമായിരുന്നു യുവ നേതാവായി ഉയർന്നു വന്ന രാഹുലിന്റെ പ്രിയപ്പെട്ട ഇടം. ചാനൽ ഫ്ലോറുകളിലും സമൂഹ മാധ്യമങ്ങളിലും രാഷ്ട്രീയ എതിരാളികളെ നേരിടുന്നതിലും അദ്ദേഹം ബിരുദ് കാണിച്ചു. ഇതിലൂടെ ലഭിച്ച താരപരിവേഷമാണ് ഷാഫി പറമ്പിലിന്റെ പിൻഗാമിയായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് രാഹുലിനെ എത്തിച്ചത്. എ ഗ്രൂപ്പിലായിരുന്നു തുടക്കമെങ്കിലും ഉമ്മൻചാണ്ടിയുടെ അവസാന കാലമായതോടെ ആ ഗ്രൂപ്പിന് പഴയ പ്രതാപം നഷ്ടമായി. ടി സിദ്ദിഖും ഷാഫിയും രാഹുലും അടക്കമുള്ളവർ പഴയ എ ഗ്രൂപ്പിൽ നിന്നകന്നു. കോൺഗ്രസിലും തലമുറമാറ്റം വന്നു. പുതിയ നേതൃത്വത്തിന്റെ പിന്നിൽ എ ഗ്രൂപ്പുമായി അകന്നവർ അണിനിരന്നു. വടകര ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കെ ശൈലജയെ നേരിടാൻ ആരുണ്ടെന്ന ചോദ്യം എം.എൽ.എ ആയ ഷാഫി പറമ്പിലിൽ ചെന്നെത്തിയത് പുതുതലമുറയിലുള്ള നേതൃത്വത്തിന്റെ വിശ്വാസം കൊണ്ടായിരുന്നു. പോരാട്ടം ജയിച്ചതോടെ പാർട്ടിയിലെ പുതുതലമുറയ്ക്ക് മുതിർന്ന നേതാക്കളുടെ മേൽ പ്രാമാണിത്വം ലഭിച്ചു തുടങ്ങി. താൻ ഒഴിഞ്ഞ പാലക്കാട് സീറ്റിൽ രാഹുലിനെ മത്സരിപ്പിക്കണമെന്ന വാശി ഷാഫി പറമ്പിലിന്റേതായിരുന്നു. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ PV അൻവറുമായുള്ള ചർച്ചയുടെ വാതിൽ അടഞ്ഞുവെന്ന് VD സതീശൻ പ്രഖ്യാപിച്ചതിനു ശേഷവും രാത്രിയിൽ അൻവറിനെ വീട്ടിൽ പോയി രാഹുൽ കണ്ടത് നേതൃത്വം കടുത്ത അച്ചടക്ക ലംഘനമായാണ് കണ്ടത്. ഇത് പിന്നീട് ബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്തുകയും ചെയ്തു. വയനാട് ദുരന്തത്തിന്റെ പേരിലുള്ള ഫണ്ടിനെ കുറിച്ച് യൂത്ത് കോൺഗ്രസ് ക്യാമ്പിൽ തന്നെ വിമർശനമുയർന്നു. മുതിർന്ന നേതാവ് PJ കുര്യന്റെ വിമർശനത്തിനുള്ള മറുപടി അഹങ്കാരത്തിന്റെ ഭാഷയിലാണെന്ന പരാതി ഉയർന്നു. അധികം വൈകാതെ രാഹുലിനെതിരെ ഒന്നിനു പിന്നാലെ ഒന്നായി ആരോപണങ്ങൾ ഉയർന്നു തുടങ്ങി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഉയർന്നു വന്ന സ്ത്രീ വിഷയവും. ഇപ്പോഴത്തെ പ്രശ്നം രാഹുലിന് വലിയ തിരിച്ചടി തന്നെയായി മാറി. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം നിന്ന നിൽപ്പിൽ രാഹുലിന്റെ കയ്യിൽ നിന്നും പോയി. തൽക്കാലം MLA സ്ഥാനത്ത് പിടിച്ചു നിൽക്കാമെങ്കിലും അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തേക്കുള്ള രാഹുലിന്റെ വരവ് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്.